ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ സ്റ്റാർ എന്നുള്ള സിനിമ കാണാൻ വേണ്ടി സിനിപോളിസ് കൊച്ചിയിൽ വന്നേക്കണേ. സ്ക്രീൻ 1. ഈ സിനിമയ്ക്ക് വേറെ ടിക്കറ്റ് എനിക്ക് കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ അവസാനം എത്തിച്ചേർന്നത്. സ്റ്റാർ ബിഗ് ബോസിലൂടെ സിനിമയിലേക്ക് വന്ന കവിൻ ആണ് ഈ സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ സ്റ്റാറും കവിൻ തന്നെയാണ്. ഈ സിനിമയെ നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരു നടൻ തീർച്ചയായിട്ടും കവിൻ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് അച്ഛൻ്റെ റോൾ ചെയ്യുന്ന നമ്മുടെ സ്വന്തം ലാൽ, അശ്വൻ കോക്കണ്ണം പറയുന്ന പോലെ താടി ലാൽ, അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ചിലർക്ക് മനസ്സിലാവുള്ളൂ തോന്നുന്നുണ്ട്. സിദ്ദിഖ് ലാലിൻ്റെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവർ രണ്ടുപേരാണ് ഈ സിനിമയുടെ ഏറ്റവും സ്ട്രോങ് പോയിന്റ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആൾ അതാരാണെന്ന് ഒന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. യുവൻ ശങ്കർ രാജ ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പാട്ട് പാടി കേട്ടപ്പോഴേ തോന്നി. പിന്നെ ഉറപ്പ് വരുത്താൻ വേണ്ടി വിക്കിപീഡിയ പേജ് എടുത്ത് നോക്കിയത്. അപ്പോൾ എന്തായാലും മ്യൂസിക് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിലുണ്ട്. അത് നന്നായിട്ട് തന്നെ വന്നിട്ടുമുണ്ട്. ഇതിൽ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് വർക്കൗട്ട് ആയി. എനിക്ക് നല്ല രീതിയിൽ ഈ സിനിമയെ കോംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പലയിടത്തും കവിൻ്റെ ആക്ടിങ്ങിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ മ്യൂസിക്കിനും കൂടെ സാധിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്ലസ്. പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ സൂര്യയുടെ ചില സിനിമകൾ, വിക്രമിൻ്റെ ചില സിനിമകളൊക്കെ ഇതിലേക്ക് ഇങ്ങനെ വന്നു. പിന്നെ എവിടെയൊക്കെയോ കുറച്ച് ധനുഷിൻ്റെ സിനിമകളുടെ ടച്ച് വെക്കാം. അതുകൊണ്ട് ഈ സിനിമ പല ആളുകളിലേക്ക് ക്ലിക്കായതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കവിൻ പക്ഷേ അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ കണ്ടിട്ടുള്ള സംഭവം പോലെ തോന്നുമെങ്കിൽ പോലും കവിൻ വളരെ നല്ല രീതിയിൽ ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ സിനിമ അത്യാവശ്യം എല്ലാവർക്കും വർക്കാവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയുടെ ഒരു അവസ്ഥ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു സൈൻ വേവ് പോലെ അതിങ്ങനെയാണ് പടം പോകുന്നത്. അതായത് സിനിമ തുടങ്ങി പതിയെ ഒരു ഹൈയിലെത്തും, പിന്നെ ഒരു ഡിപ്പ് ഉണ്ട്. ആ ഡിപ്പ് ഫസ്റ്റ് ഹാഫിന് ശേഷം എനിക്ക് ശരിക്കും ആ ഡിപ്പ് അങ്ങോട്ട് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു തുടക്കത്തെ ആക്ട് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ സിനിമ ഒരു 4 ആക്ട് ആയിട്ട് കാണുകയാണെങ്കിൽ ആ തേർഡ് ആക്ട് എന്ന് പറഞ്ഞ സാധനം എന്തോ എനിക്ക് ഭയങ്കര ലോ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതിൽ അതിഥി എന്ന് പറഞ്ഞ ഒരു നടി അതിലേക്ക് വരും അപ്പോഴേക്കും. അപ്പോൾ ഫസ്റ്റ് ഹാഫിലുള്ള നടിയല്ല സെക്കൻഡ് ഹാഫിലുള്ളത്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ഹാഫിൽ അഭിനയിച്ച നടി പ്രീതി മുകുന്ദനാണ്, മലയാളിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എന്തായാലും ഇൻഫർമേഷൻ ഒന്നുമില്ല. ഞാൻ എവിടെയൊക്കെ ആളെ കണ്ടിട്ടുണ്ട്, മലയാള സിനിമയിൽ തന്നെ ആണെന്നാണ് എനിക്കെന്തോ ഫീൽ ചെയ്തത്. ഇഫ് ഐ എം റോങ്, ഐ എം സോറി. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നെ തിരുത്തുക. എന്തായാലും പ്രീതി മുകുന്ദൻ്റെ ആക്ടിങ് വളരെ നല്ലതായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. അതിഥി പൊഹാങ്കറാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുന്നത്. അപ്പോൾ 2 ലീഡ് ഹീറോയിൻസാണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഹീറോയിനായ അതിഥിയുടെ ക്യാരക്ടർ വരുമ്പോഴേക്കേ ആദ്യത്തെ ഒരു കുറേ നേരം ഭയങ്കര ഒരു ക്രിഞ്ച് ഫീലിംഗ് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് ഓവർ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതർന്ന പോലെ അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ആസ് ദ മൂവി പ്രോഗ്രസ് പിന്നെ പുള്ളിക്കാരിയുടെ റോൾ അടിപൊളിയായി മാറും. കുറച്ച് സ്ട്രോങ് ഇമോഷൻസ് കൺവേ ചെയ്യേണ്ട സംഭവങ്ങൾ വന്നപ്പോഴേക്കും, ടെൻസ്ഡ് സിറ്റുവേഷൻസ് വന്നപ്പോഴും പുള്ളിക്കാരുടെ ആക്ടിങ് നല്ലതായിരുന്നു. പുള്ളിക്കാരി ഓൾറെഡി ഷീ എന്ന് പറഞ്ഞ ഇംതിയാസ് അലി പെൻ ചെയ്തിരിക്കുന്ന ഒരു സീരീസിലൊക്കെ വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു നടിയാണ്. വിജയ് വർമ്മയുടെ ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി ആ സീരിയസ് പോർഷനിൽ മനസ്സിലായി. പക്ഷെ ആ ക്യൂട്ട്നെസ് പോർഷൻ എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല ആ ക്യാരക്ടറിൻ്റെ. എനിവേസ്, അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വീണ്ടും ഒരു കയറ്റമുണ്ട്. ആ കയറ്റവും അടിപൊളിയാണ്. ഇതിനകത്തുള്ള ഒരു സിനിമാക്കാരനാകാൻ, ഒരു സ്റ്റാർ ആവാൻ നടക്കുന്ന ഒരു യുവാവിൻ്റെ ഒരു ലൈഫാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതിൽ എൻഡിലെത്തിയപ്പോൾ വീണ്ടും സൈൻ വേവ് ഡൗൺ ആയ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഫീൽ ആയത്. കാരണം ഈ സിനിമ എൻഡ് ചെയ്ത നോട്ട് ഇതെന്താ ഇവിടെ വെച്ച് തീർന്നു പോയത്. ചില സിനിമകൾ ഇങ്ങനെ പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ ഇടിച്ചിറങ്ങോട്ട് നിർത്തിക്കളയില്ല. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു ഈ സിനിമയുടെ ഒരവസ്ഥ. പലപ്പോഴും അത് തമിഴ് സിനിമയിൽ സംഭവിക്കാറുണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സിനിമ നല്ല ഫ്ലോയിന് പോയിട്ട് അവസാനം പെട്ടെന്ന് ബഡ്ജറ്റ് തീർന്നു പോയാൽ, അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞാൽ മതി ഷൂട്ട് മതി പടം നിർത്തിക്കോ എന്ന് പറഞ്ഞ രീതിയിൽ ഈ പടം പെട്ടെന്ന് നിന്നുപോയി. അത് ഭയങ്കര ഇൻകംപ്ലീറ്റ്നെസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരു സിനിമയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ എന്താണോ കണ്ടത് അത് മനസ്സിൽ കൂടുതലും ക്യാരി ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു എൻഡ് ആക്ട് അടിപൊളിയായാലേ നമുക്ക് മനസ്സിൽ പല കാര്യങ്ങളും നിൽക്കുള്ളൂ. അപ്പോൾ ആ എൻഡ് ആക്ട് എനിക്ക് കൺവിൻസിങ് ആയിട്ട് ഫീൽ ആയില്ല. അത് എവിടെയൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ ബാക്കി കാണിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ബാക്കി കാര്യങ്ങൾ എന്താ കാണിക്കാൻ, ഇതെന്താ ഇവിടെ വെച്ച് നിർത്തിക്കളഞ്ഞ, അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമയിലുണ്ടായി.
അത് 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 ഒരു വലിയ ലെറ്റ് ഡൗൺ ആയിരുന്നു എനിക്ക്. പക്ഷേ ആസ് എ മൂവി ഫുള്ള് നോക്കുമ്പോൾ നല്ല നല്ല മൊമെന്റ്സ് ഉള്ള നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഇറ്റ് കുഡ് ഹാവ് ബീൻ മച്ച് 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 ബെറ്റർ. ഇറ്റ് കുഡ് ഹാവ് എ ബെറ്റർ എൻഡിങ് എന്നൊക്കെ എനിക്ക് ഫീലായി. മറ്റൊരു കാര്യം പറയാൻ പറ്റുമോ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെടാൻ? ഇതിനകത്ത് കവിൻ്റെ അമ്മയായിട്ട് ഒരു പുള്ളിക്കാരി റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ അമ്മോ, എനിക്ക് ഭയങ്കര ഓവർ ഡ്രമാറ്റിക്കലായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര വെറുപ്പിക്കലായിട്ട് എനിക്കത് ഫീൽ ചെയ്തത്. അത് ഒരു പോയിന്റിൽ ക്രൗഡിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ആർത്ത് കളിയാക്കി കൂവിയ ഒരു സീൻ ഉണ്ടായിരുന്നു. അയ്യോ, അത് ഭയങ്കര അസഹനീയമായിരുന്നു. അതേസമയം അതിനകത്ത് ഫാദറായിട്ട് അഭിനയിച്ച ലാലിൻ്റെ ആ സെയിം സീനിലെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഇതിനകത്തുള്ള ആദ്യത്തെ ലീഡ് ആക്ട്രസ് ആയിട്ടുള്ള ആ നടിയുടെ പെർഫോമൻസും ആ സീനിൽ നല്ലതായിരുന്നു. പക്ഷേ അമ്മ ഓവറാക്കി ചളമൊക്കെ ആയിട്ടുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇത് ഞാൻ കണ്ട സ്ഥലം, അത് ഞാൻ ഒരിക്കലും ഇവിടെ സെലക്ട് ചെയ്യരുതായിരുന്നു. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഈ സിനിമ ഞാൻ നാളെ PVR ഫോറം മോളിലോ വനിത വിനിതയിലോ എവിടെയും കണ്ടാൽ മതിയായിരുന്നു. ഞാൻ ഇന്ന് കണ്ട വെന്യൂ ഞാൻ ചൂസ് ചെയ്ത് തെറ്റായി പോയി എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. കാരണം സൗണ്ട് നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു സൗണ്ട്. സിനിപോളിസിലെ സ്ക്രീനിലുള്ള സൗണ്ട് നല്ലതായിരുന്നു. പക്ഷേ പ്രൊജക്ഷൻ മാത്രമല്ല, സ്ക്രീൻ. ഞാൻ കാര്യം തുറന്നു പറയണേ, എൻ്റെ വീട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് കോണ്ടൻസ് കാണുന്ന എൻ്റെ പ്രൊജക്ടറിൻ്റെ ബ്രൈറ്റ്നെസ്സും കളേഴ്സും ഷാർപ്നെസ്സും ഇതിനേക്കാളൊക്കെ ഫാർ ബെറ്ററാണ്. എനിക്കതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ഈ സിനിമ മൊത്തത്തിൽ ഭയങ്കര ഡള്ളായിട്ടായിരുന്നു വെച്ചത്. പിന്നെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ സിനിമയിൽ ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കുന്നുണ്ട്. ഇടയ്ക്ക് 1.89:1 റേഷ്യോയിൽ വരും, ഇടയ്ക്ക് 2.35:1 പോകും. അപ്പോൾ അതും അതിലൊരു ടിൽറ്റ് പ്രശ്നമുണ്ട്. ഈ ഫ്ലാറ്റ് റേഷ്യോയിലേക്ക് വരുമ്പോഴേക്കും ഇതിങ്ങനെ ഇരിക്കും, മുകളിൽ കൂടുതൽ. അതായത് ഇപ്പോൾ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. രണ്ട് സൈഡിലും ബ്ലാക്ക് ബാർ വരും. ആ ബ്ലാക്ക് ബാറിൻ്റെ മുകളിൽ രണ്ട് സൈഡ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അടിയിൽ 2.5 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെ ഇരിക്കും സിനിമ. അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒന്നെങ്കിൽ സ്ക്രീൻ മൊത്തത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ മാറ്റി മാറ്റി റേഷ്യോ കളിച്ചോ കുഴപ്പമില്ല. അത് ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയുണ്ട് മൂതനുണ്ണി അസോസിയേറ്റ്സ്. പക്ഷേ ഇത് ലിറ്ററലി ഇങ്ങനെ സിനിമ ഇങ്ങനെ എന്താണ്ട് ഞാനൊരു ഗ്ലാസ് ഇങ്ങനെ ഫ്രണ്ട് വെച്ചിട്ട് അതിൽ കൂടെ സിനിമ കാണുന്ന പോലെ ഇരിക്കണം. എനിക്കത് എന്തോ ഭയങ്കര ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്തത്. എനിക്ക് അതുകൊണ്ട് തന്നെ ഐ ഹൈലി റിഗ്രറ്റ്. 160 രൂപ എന്തോ ആയിരുന്നു ടിക്കറ്റ്, പ്ലസ് ബുക്കിംഗ് ചാർജും ചേർത്ത് 185 അങ്ങനെ എന്തുകൊണ്ടും. ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഈ ഒരു 150 രൂപ കൊടുത്ത് എനിക്ക് ലിറ്ററലി എനിക്ക് വനിതാ വിനിതയിലോ അല്ലെങ്കിൽ 200 രൂപ 20 രൂപ കൂടി കൂടുതൽ കൊടുത്ത്, അല്ലെങ്കിൽ ബുക്കിംഗ് ചാർജ് സഹിതം 230 രൂപ കൊടുത്താൽ പോലും കുഴപ്പമില്ല, എനിക്ക് PVR ഫോറം മോളിൽ ലേസറിൽ കാണാമായിരുന്നു, അല്ലെങ്കിൽ വനിതാ വിനിതയിൽ ലേസറിൽ കാണാമായിരുന്നു. അതും ഡോൾബി അറ്റ്മോസിൽ. ഇത് 7.1 ആണ്, ഇത് 4K പോലും അല്ല. വിഷ്വലി എൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട്. അതായത് ഇപ്പം ഇതേ ക്യാമറയിൽ ഞാൻ എണ്ണമയം വെച്ചിട്ട് തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഫുട്ടേജ് കാണുന്നത്? അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതായത് ഇങ്ങനെ ഒരു മൂടൽമഞ്ഞ് പോലെയുള്ള ഒരു സംഭവം. ആരോ മറ്റേ പ്രൊജക്ടറിൻ്റെ ലെൻസിൽ കൊണ്ടുപോയി എണ്ണ തടവിയോ പോലെ ഇരുന്ന് വെച്ച്. എനിക്കത് ഭയങ്കര ശോകം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. ഞാൻ ഇനി എത്ര ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇങ്ങനെ സിനിമ കാണാൻ താല്പര്യമില്ല. ഐ ചോസ് ദ റോങ് തിയേറ്റർ ടു വാച്ച് ദിസ് മൂവി. എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റാണ്. മര്യാദയ്ക്ക് ഞാൻ നാളെ പോയി കണ്ടാൽ മതിയായിരുന്നു ഈ സിനിമ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഓടിപ്പോയതാണ്. കുട്ടേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഓടിയാൽ പറ്റിയത്, എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നാളെ മര്യാദയ്ക്ക് രാവിലെ എഴുന്നേക്കാൻ മടിയായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മരട് വരെ പോകണ്ടേ, എൻ്റെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ പോകണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോറം മോൾ എടുക്കാഞ്ഞത്. മര്യാദക്ക് അവിടെ കണ്ടാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, 12:45 എന്തോ വനിതാ ഷോ ഉണ്ടായിരുന്നു. അത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ ഞാൻ ഷോ ഇല്ലയെന്ന് വിചാരിച്ചു. നാളെ ഷോ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ കാണിച്ചു തന്നപ്പോഴാണ് അയ്യോ നാളെ വനിതാ ഇത് ഉണ്ടായിരുന്നു എന്ന് അറിയണത്. പക്ഷെ അത് സ്ക്രീൻ 4-ലാണെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, ഇതിനേക്കാൾ 100 ഇരട്ടി ഭേദമായിരുന്നു എന്തായാലും. അതാണ് എനിക്ക് തോന്നിയത്. അപ്പം അത്രേ ഉള്ളൂ. ഇതാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ മൊത്തത്തിൽ സിനിമ കണ്ടപ്പോഴുള്ള എൻ്റെ ആ തിയേറ്ററിൻ്റെയും ഈ സിനിമയുടെയും എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എന്തായാലും സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഐ ഫെൽ ലൈക്ക് വാണ്ടിങ് ഫോർ മോർ, അത്രേ ഉള്ളൂ. ഇപ്പോൾ സമയം 3 മണിയായി.
അപ്പോൾ എന്തായാലും ഞാൻ പോയി കിടക്കട്ടെ. നിങ്ങളിത് കാണുമ്പോൾ വെളുപ്പിനെ ഉണ്ടാവും. അപ്പോൾ ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗുഡ് ഡേ. അപ്പോൾ നാളെ വേറെ വീഡിയോ കാണാം. പിന്നെ ചിലപ്പോൾ ഞാൻ ഇന്ന് തന്നെ സൺഡേ ബോയ് ആൻഡ് ദ ഹെറൺ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഓസ്കാർ ബെസ്റ്റ് ആനിമേഷൻ മൂവി കിട്ടിയ സിനിമയാണ്. അത് തിയേറ്ററിൽ വരാൻ കാത്തിരിക്കണമായിരുന്നു. ടിക്കറ്റ് കിട്ടിയാൽ ഞാൻ പോയി കാണും. ഓക്കെ, ബൈ ബൈ.